നമസ്തേ. കേരളത്തിൽ സംഘടനാപരമായ ഡിജിറ്റൽ മുന്നേറ്റത്തിന് പുതിയ ദിശ കുറിച്ച് ഒരു നിർണായക ചുവടുവയ്പ്. രാഷ്ട്രീയ സ്വയം സേവക സംഘം RSS കേരള ഘടകത്തിന്റെ ആദ്യ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ ശ്രുതം പുറത്തിറങ്ങി. കൊച്ചി എളമക്കരയിലെ മാധവ നിവാസിലെ മാധവ്ജി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ പ്രജ്ഞാ പ്രവാഹ് ദേശീയ സംയോജകൻ J. നന്ദകുമാറാണ് ആപ്പ് ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തത്. സ്മൃതി നാശമാണ് സർവനാശത്തിനും കാരണം. ഭഗവാന്റെ ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഓർമ്മകളെ സംരക്ഷിക്കുന്നതിലൂടെ രാഷ്ട്രത്തെ ശക്തമാക്കാമെന്ന് J. നന്ദകുമാർ പറഞ്ഞു. ഇപ്പൊ ഇന്ന് മൊബൈൽ ഇല്ലാത്തവരാരുമില്ല. ശരാശരി 2 മൊബൈലെങ്കിലും ഉണ്ട് എന്ന അവസ്ഥയിലാണ്. മൊബൈലിനുള്ളിൽ ഒറ്റ നോട്ടത്തിനുള്ളിൽ നമുക്ക് സംഘത്തിന്റെ അടിസ്ഥാനപരമായ ബൗദ്ധിക സംവിധാനങ്ങളെക്കുറിച്ച് വൈചാരികമായ ഒരു നില കൈവരിക്കുന്നതിന് വേണ്ടി നമ്മളെ ബാധിക്കാനിടയുള്ള സ്മൃതിദോഷത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഈ ശ്രുതം തുടങ്ങിയിരിക്കുകയാണ്. സ്മൃതിദോഷമാണ് അല്ലെങ്കിൽ സ്മൃതിനാശമാണ് സർവനാശത്തിന് കാരണം എന്ന് ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. സർവനാശത്തിന്റെ കാരണം എന്താണ് എന്ന് അർജുനൻ ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ 2 ശ്ലോകങ്ങളിലൂടെ സുന്ദരമായ ഉത്തരം പറയുന്നുണ്ട്. ജായതോ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ. സ്മൃതി അവിടുന്നാണ് തകർച്ച ആദ്യമേ തുടങ്ങും. സംഗത്വത്തിൽ നിന്ന്, കാമത്തിൽ നിന്ന്, ക്രോധത്തിൽ നിന്ന്, സമ്മോഹത്തിൽ നിന്ന് സ്മൃതി ഇല്ലാതെയാകുന്നു, ഓർമ്മക്കേടുണ്ടാകുന്നു. ഓർമ്മക്കേടിൽ നിന്ന് അത് ബുദ്ധിനഷ്ടത്തിലേക്ക് സംഭവിക്കുന്നു. അതിൽ നിന്നാണ് സർവനാശം വരുന്നത് എന്നാണ്. ഗീത വായിച്ചിട്ടാണോ ഗീതയുടെ ആശയം ഉൾക്കൊണ്ടിട്ടാണോ എന്നറിയില്ല. ലോകത്ത് പല ചിന്തകന്മാരും നാശത്തിന്റെ കാരണമായി ഈ സ്മൃതിനാശത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്മൃതിനാശമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന്. ഒരു പ്രസിദ്ധമായ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് ഒരു ചെക്ക് നോവൽ, ദ ബുക്ക് ഓഫ് ലോഫ്റ്റർ ആൻഡ് ഫോർഗെറ്റിംഗ്. പുസ്തകത്തിന്റെ പേര് തന്നെ അങ്ങനെയാണ്, ബുക്ക് ഓഫ് ലോഫ്റ്റർ, ചിരിയുടെയും മറവിയുടെയും പുസ്തകം. ചിരിയുടെയും മറവിയുടെയും പുസ്തകം. അതിൽ അദ്ദേഹം ആവർത്തിച്ച് സമർത്ഥിക്കുന്നത്, ആവർത്തിച്ചു പറയുന്നത്, ഒരു വിഭാഗം ജനങ്ങളെ ഇല്ലാതെയാക്കണം, ഒരു സമാജത്തെ ഇല്ലാതെയാക്കണമെങ്കിൽ അതിൽ ചെയ്യേണ്ടത്, അതിലേറ്റവും പ്രധാനമായി ചെയ്യുന്നത്, ആക്രമണകാരികൾ ചെയ്യുന്നത് ഓർമ്മകളെ ഇല്ലാതെയാക്കുകയാണ്. ആ സമൂഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള സ്മൃതിയെ, മെമ്മറിയെ ഇല്ലാതെയാക്കുകയാണ്. ആ മെമ്മറി ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്ത് ഈ ആക്രമണകാരികൾ അവരുടേതായ വിവരങ്ങൾ കുത്തിനിറയ്ക്കും. അതിനാവശ്യമായ വിധത്തിൽ പുസ്തകങ്ങൾ എഴുതപ്പെടും, അതിനാവശ്യമായ വിധത്തിലുള്ള ചരിത്രം രചിക്കപ്പെടും എന്നാണ്. സത്യത്തിൽ ഭാരതത്തിന് മൊത്തത്തിൽ സംഭവിച്ചതും ഒരു വലിയ സ്മൃതിനാശമാണ്. ഉപനിവേശികത അല്ലെങ്കിൽ ഉപനിവേശികവൽക്കരണം, കോളനിവൽക്കരണം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം നമ്മുടെ ഓർമ്മകൾക്ക് മേലുള്ള ആക്രമണമായിരുന്നു. മുഗളന്മാരും ചെയ്തത് അതാണ് ഒരർത്ഥത്തിൽ. അത് തന്നെയാണ് യൂറോപ്യന്മാരും വിശേഷിച്ച് ബ്രിട്ടീഷുകാരും ചെയ്തത്, നമ്മുടെ ഓർമ്മകളെ ഇല്ലാതെയാക്കാൻ. ഇപ്പോൾ ഓർമ്മയെ ബലപ്പെടുത്തൽ ഒരു രാഷ്ട്രത്തെ ബലപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സമൂഹത്തെ രക്ഷിക്കണമെങ്കിൽ ഓർമ്മകളെ ദൃഢമാക്കണം, ഓർമ്മകളെ ദൃഢമാക്കണം. ഒരു സിനിമയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. സിനിമയുടെ പ്രമേയമൊക്കെ വേറെ ആയിരിക്കാം, പക്ഷെ ആ തലക്കെട്ട് വളരെ സുന്ദരമായൊരു തലക്കെട്ടാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഓർമ്മകൾ ഉണ്ടാകണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രുതം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന്, പലപ്പോഴും നമുക്കറിയാം, ആ ഗീതം, ഏതോ ഒരു ഗീതം ഉണ്ടായിരുന്നല്ലോ, പിന്നെ നമുക്ക് പുസ്തകം തേടി പോകുമ്പോൾ ആ പുസ്തകം കയ്യിലുണ്ടാവില്ല, ഗാനാഞ്ജലി കയ്യിലുണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് കണ്ടെത്താൻ ഒറ്റ വഴിയുള്ളൂ, നേരെ മൊബൈലെടുത്ത് തുറക്കുക, ശ്രുതത്തിലേക്ക് പോവുക, ആ ഗീതം തേടിപ്പിടിക്കുക, അതിൻ്റെ വരികൾ മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അതിൻ്റെ ഈണം മനസ്സിലാക്കുക. പിന്നെ ചിലതിനെയൊക്കെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്, ശരിയായ വിധത്തിൽ. ഉദാഹരണത്തിന് പ്രാർത്ഥന, ഇപ്പോൾ ചില പുതിയ ശാഖകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രചരിക്കുന്ന ശങ്കർ മഹാദേവന്റെ പ്രാർത്ഥനയാണ് പലരും സംഘത്തിന്റെ പ്രാർത്ഥനയായി കണക്കാക്കി പാടിക്കൊണ്ടിരിക്കുന്നത്. ശങ്കർ മഹാദേവൻ പാടിയതുകൊണ്ട്
എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ അത് അവരുടെ മൊബൈലിലൊക്കെ കിട്ടുന്നുണ്ട്. സംഘത്തിന്റെ കേന്ദ്രത്തിൽ നിന്നാണ് അത് പുറത്തു വന്നതെന്നുള്ളത് കൊണ്ട് അതിന് കൂടുതൽ കേൾവിക്കാരും കാണികളും ഒക്കെ ഉണ്ടാവും. ഈണം മാറിപ്പോകുന്നു. ഉച്ചാരണ പശ കൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അത് നല്ലതാണ്. സംഘത്തിന്റെ പ്രാർത്ഥനയെ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് വളരെയേറെ അവസരമുണ്ടാക്കി. പക്ഷെ നമുക്കൊരു താളമുണ്ട്, നമ്മളൊരു പ്രത്യേക താളത്തിലാണ് ഭുജംഗപ്രയാതത്തിൽ ആ വൃത്തത്തിന് അനുസൃതമായ ഒരു താളം, രാഗമാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ആ രാഗത്തിൽ തന്നെ വേണം ഭാരതം മുഴുവൻ, ലോകം മുഴുവൻ ആ പ്രാർത്ഥന ചൊല്ലാൻ. അപ്പോൾ എവിടെങ്കിലും പ്രാർത്ഥനയുടെ താളത്തെക്കുറിച്ച്, രാഗത്തെക്കുറിച്ച് സംശയമുണ്ടാകുമ്പോൾ ആ സംശയ നിവർത്തിക്കും ഇത് വളരെയേറെ സഹായകരമാകും. അവിടെ ഞാൻ പറഞ്ഞത് ഓർമ്മ ദൃഢമാകും, സ്മൃതി നഷ്ടമാകാതെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. ഈ തരത്തിൽ ഓരോ സ്വയംസേവകനും മാത്രമല്ല, ഇന്നിപ്പോ പരമപവിത്രമതാമി മണ്ണിൽ എന്നുള്ള പാട്ടിന്റെ ആ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായ സമയത്ത് നമ്മുടെ ഇവിടുന്ന് തന്നെയാണ് സരസ്വതി വിദ്യാനികേതനിലെ കുട്ടികളാണ് ട്രെയിനിൽ വെച്ചത് പാടിയത്. ആ പാടിയതിനെ തുടർന്ന് നമ്മളിപ്പം വീഡിയോ, മൊബൈൽ തുറന്നാൽ, സോഷ്യൽ മീഡിയ തുറന്നാൽ എത്രയെത്ര ആളുകൾ, സ്വയംസേവകർ മാത്രമല്ല, സ്ത്രീകൾ, സഹോദരിമാർ, കൊച്ചുകുട്ടികൾ പോലും ആ പാട്ട് പാടുന്നത് കാണും. ഗീതങ്ങൾ പാടുന്ന എല്ലാവരുമാണ്. ഗീതം എന്ന് പറയുന്നത് അത് നമ്മുടെ ഉള്ളിലേക്ക് കരുത്തിനെ വർദ്ധിപ്പിക്കും, നമ്മുടെ മനസ്സിൽ ദൃഢത വളർത്തും, നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള പ്രേരണ തരും. ദുഃഖമുണ്ടാകുന്ന സമയത്ത്, നിരാശയുണ്ടാകുന്ന സമയത്ത് പ്രതീക്ഷയുടെ പുത്തൻ മേഖലയിലേക്ക് നമ്മളെ ഉയർത്തും. അതിനൊക്കെ ശക്തിയുള്ളതാണ് കവിതകൾ, ഗീതങ്ങൾ, ഈണത്തിൽ ചൊല്ലുന്ന ഗീതങ്ങൾ പ്രത്യേകിച്ച്. അതിന് വലിയൊരു ശക്തിയുണ്ട്. അപ്പോൾ ആ ഗീതങ്ങൾ പാടുന്നത് കേവലം സ്വയംസേവകരല്ല, കുടുംബാംഗങ്ങൾ മുഴുവൻ ചൊല്ലുന്നതാണ്. അങ്ങനെ ഒരു വലിയ പരിവർത്തനം ഗീതത്തിലൂടെ നമ്മുടെ ചരിത്രത്തിലേക്കും നമ്മുടെ പാരമ്പര്യത്തിലേക്കും ഒക്കെ കടന്നു ചെല്ലാൻ ഇതുവഴി സഹായകരമാകും എന്നതുകൂടി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഭാരതത്തിന്റെ ചരിത്രവും സാംസ്കാരിക ഓർമ്മകളും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ആക്രമണകാരികൾ നടത്തിയതായി അദ്ദേഹം ആരോപിച്ചു. സമൂഹത്തിന്റെ ഓർമ്മകൾ ഇല്ലാതാക്കുമ്പോൾ സമൂഹം തന്നെ തകരുമെന്നും അതിന് പരിഹാരമായി ശ്രുതം പോലുള്ള ഡിജിറ്റൽ ശ്രമങ്ങൾ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവര വിസ്ഫോടനത്തിന്റെ ഈ കാലഘട്ടത്തിൽ സത്യവും രാഷ്ട്രസംബന്ധമായ അറിവുകളും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ ആപ്പിന്റെ ലക്ഷ്യം. ശ്രുതം ആപ്പ് RSS സ്വയം സേവകർക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ആശയവിനിമയം ശക്തിപ്പെടുത്താനുള്ള ഒരു പുതിയ ഉപാധിയാണ്. സംഘശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി രൂപകൽപ്പന ചെയ്ത ഈ ആപ്പ് ഡിജിറ്റൽ കാലഘട്ടത്തിൽ ആശയങ്ങൾ കൂടുതൽ ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അനിവാര്യമാണ്. ശ്രുതം അതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. ഡിജിറ്റൽ ലോകത്ത് സംഘടനയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ RSS കൊച്ചി മഹാനഗർ സംഘചാലക് അഡ്വക്കേറ്റ് P വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ദക്ഷിണ കേരളം പ്രാന്ത ബൗദ്ധിക് പ്രമുഖ് P ഉണ്ണികൃഷ്ണൻ സംസാരിച്ചു. S സുമേഷ് ആപ്പിനെ പരിചയപ്പെടുത്തി. ശ്രുതം എന്ന പേരിന് പിന്നിലും ഒരാശയമുണ്ട്. സംഘ സ്വയം സേവകർ ദിവസേന പ്രാർത്ഥനയിൽ ഉച്ചരിക്കുന്ന പഞ്ചഗുണയാചനകളിൽ ഒന്നാണ് ശ്രുതം. ആശയദൃഢതയും വ്യക്തി നിർമ്മാണവും ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്ത ഈ ആപ്പിൽ ഗണഗീതങ്ങൾ, സുഭാഷിതങ്ങൾ, അമൃതവചനങ്ങൾ, സംഘടനാ ആശയങ്ങൾ, ആത്മീയവും സാംസ്കാരികവുമായ ഉള്ളടക്കങ്ങൾ തുടങ്ങിയ പ്രധാന സവിശേഷതകൾ എല്ലാം തന്നെ ലഭ്യമാകുന്ന രീതിയിലാണ് ശ്രുതം ആപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. സ്വയം സേവകർക്ക് മാത്രമല്ല, RSSനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന പൊതുസമൂഹത്തിനും ഈ ആപ്പ് ഉപകാരപ്രദമാകും. പുതിയ തലമുറയുമായി കൂടുതൽ അടുത്തിടപഴകാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അനിവാര്യമായ ഈ സാഹചര്യത്തിൽ ശ്രുതം ഒരു വലിയ തുടക്കമായി വിലയിരുത്തപ്പെടുന്നു. കേരളത്തിൽ RSSന്റെ പേരിൽ പുറത്തിറങ്ങുന്ന ആദ്യ ഔദ്യോഗിക മൊബൈൽ ആപ്പ് എന്ന പ്രത്യേകതയും ശ്രുതം സ്വന്തമാക്കി. സംഘശതാബ്ദിയിലേക്കുള്ള യാത്രയിൽ പാരമ്പര്യവും സാങ്കേതിക വിദ്യയും കൈകോർക്കുന്ന പുതിയ മാതൃകയായി മാറുകയാണ് ശ്രുതം. കേരളത്തിലെ സംഘടനാപരമായ ഡിജിറ്റൽ ഇടപെടലുകൾക്ക് പുതിയ ദിശ നൽകുമോ ശ്രുതം എന്നുള്ളത് ഇനി കാലം തെളിയിക്കും. ശ്രുതം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.